ഹലോ ഫ്രണ്ട്സ്, ഹായ്. എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ വിഷു ആയിക്കൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ യാത്രയെന്ന് പറയുന്നത് വനത്തിൽ കൂടെ ഒരു യാത്രയാണ്. അതും അച്ചൻകോവിൽ അമ്പലത്തിലാണ് പോകുന്നത്. ആ വഴി തമിഴ്നാട്ടിലൊരു യാത്ര. അപ്പം നമ്മൾക്ക് കാഴ്ചകളും എല്ലാം കണ്ടുപോകാം, അല്ല ഗൈസ്? ഞാൻ അങ്ങോട്ട് അമ്പലത്തിന്റെ അവിടെ ഇങ്ങോട്ട് നീ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ ഡ്രൈവ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് പോയി വരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ യാത്ര തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ വണ്ടിക്കകത്ത് തന്നെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ കൂടുതലും വനത്തിനകത്തൂടെ ആയതുകൊണ്ട് നമുക്ക് കടകളൊക്കെ കുറവാണ് ആ സൈഡൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുഡ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പത്തനാപുരത്താണ് കേട്ടോ. പത്തനാപുരത്തു നിന്ന് ഒരു 1 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ പുന്നല റൂട്ടിൽ കയറും. പുന്നല റൂട്ടിൽ കൂടെ നമുക്ക് എളുപ്പം നമുക്ക് കറൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കറൂരോട്ട് പോവുകയാണ്. ആ പോകുന്ന വഴിക്ക് നമുക്ക് 8ന്റെ ഒരു പണി കിട്ടി. റോഡ് പണി ആയതുകൊണ്ട് അവിടെ ഒരു കലങ്ങുണ്ടായിരുന്നു. ആ കലങ്ങെല്ലാം പൊളിച്ച് റെഡിയാക്കി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ആ വഴി പോകാൻ പറ്റില്ല. അപ്പം വണ്ടി അവിടെ നിന്ന് തിരിച്ചു. നമ്മൾ കനാൽ റോഡ് ഉണ്ട്. അപ്പോൾ കനാൽ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കറൂർ ജംഗ്ഷനിൽ ചെല്ലും. അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാണ് നമ്മൾ അച്ചൻകോവിലോട്ട് പോകുന്നത്. അവിടെ നിന്ന് വനം സ്റ്റാർട്ട് ആവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ വണ്ടി തിരിച്ചു, നേരെ നമ്മൾ പോവുകയാണ്. കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് റൈറ്റിലോട്ടൊരു വഴിയുണ്ട്. നേരെ നമ്മൾ റൈറ്റ് തിരിഞ്ഞു, നമ്മൾ കയറി കനാൽ റോഡിലോട്ട് കയറുവാണ് കേട്ടോ. കനാൽ റോഡിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ സൈഡിൽ കൂടെ പോകുന്നത്. പണ്ടങ്കാണ്ട് പോയിട്ടുണ്ട്, പക്ഷെ എങ്കിലും ഓർമ്മയില്ല. സത്യം പറഞ്ഞാൽ ഈ സ്ഥലങ്ങളെല്ലാം എൻ്റെ ചെറുപ്രായത്തിൽ ഞാനിവിടൊക്കെ ഈ വഴിയെല്ലാം പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വിട്ട് പോയിട്ട് ഏകദേശം ഞാനൊരു 20 വർഷത്തോളമായി കേട്ടോ. ഈ സൈഡിൽ കൂടെയൊക്കെ പോയിട്ട് കുറേ വർഷങ്ങളായി. എങ്കിലും ഇതൊക്കെ കാണുമ്പോൾ തന്നെ പഴയ കാലം ഓർമ്മ വരുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പോയി കാഴ്ചകളൊക്കെ കണ്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ കാര്യം പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ, ഞാൻ ജനിച്ച് വളർന്ന സ്ഥലവും കൂടാണ് കേട്ടോ. ഇവിടാണ് ഞാൻ ജനിച്ച് വളർന്നത്. അപ്പോൾ എൻ്റെ വീടും എൻ്റെ അച്ഛൻ പണിഞ്ഞ വീടും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നതാണ്. അപ്പം ഇവിടെ ആയിരുന്നു എൻ്റെയും എൻ്റെ ചേട്ടൻ്റെയും ജന്മസ്ഥലം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ വീടും എല്ലാം കണ്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കനാൽ റോഡിൽ കൂടെ എത്തി നമ്മളെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറൂർ എത്തിയിട്ടുണ്ട്. ചെക്ക് പോസ്റ്റിനടുത്താണ് എത്തിയേക്കുന്നത്. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ചെക്ക് പോസ്റ്റ് നമുക്ക് കാണാം. അപ്പോൾ ചെക്ക് പോസ്റ്റ് ഓൾറെഡി ഓപ്പൺ ആണ് കേട്ടോ. ഒരുപാട് പേര് പോകുന്നുണ്ട്. വിഷു ആയതുകൊണ്ട് എല്ലാവരും അച്ചൻകോവ് അമ്പലത്തിലായിരിക്കണം പോകുന്നത്. ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് കുറേ ദൂരമുണ്ട്. ഏകദേശം ഒരു 50-55 കിലോമീറ്ററോളം നമുക്ക് പോകണം. വനത്തിൽ കൂടാണ് കൂടുതലും യാത്ര. അപ്പം കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ കാണാം വലിയൊരു അക്ലേറ്റ് കാണാം. ഇത് കനാലാണ് കേട്ടോ. ഇവിടെ നിന്നാണ് കനാലിലെ എല്ലാ വെള്ളമെല്ലാം മറ്റുള്ള കൃഷി സ്ഥലത്തൊക്കെ പോകുന്നത്. ചൂട് സമയത്താണ് ഇത് ഓപ്പൺ ആക്കുന്നത് കേട്ടോ. ഒരുപാട് വർഷം പഴക്കമുള്ളതാണിത്.
അപ്പോൾ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് എൻ്റെ അച്ഛൻ ആദ്യമായി പണിഞ്ഞ ഒരു വീടുണ്ട്. ആ വീട് വിറ്റിട്ടാണ് ഞങ്ങൾ പത്തനംതിട്ടയ്ക്ക് പോയത് കേട്ടോ. അതുകൊണ്ട് ഈ സൈഡിൽ കാണാം, വീട് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതാണ്, അതുകൊണ്ട് ഈ കാണുന്ന വെള്ള പെയിൻ്റ് അടിച്ച വീടാണ് ഞങ്ങളുടെ വീട്. അതൊക്കെ ഞങ്ങൾ വിറ്റു. അതൊക്കെ ഒരു പഴയ ഓർമ്മ. അങ്ങനെ മുന്നോട്ട് കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ എൻ്റെ വല്യമ്മയും വല്യച്ഛനും എൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയും താമസിച്ച ഒരു വീടുണ്ട്. അത് പണ്ട് കടയായിരുന്നു, ഒരു ഹോട്ടലൊക്കെ ആയിരുന്നു. അത് പിന്നെ വീടാക്കിയെടുത്തു. ഇപ്പോൾ താമസിക്കുന്നത് എൻ്റെ മാമനാണ്. മാമൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മാവൻ, അമ്മയുടെ ആങ്ങള. ഇപ്പോൾ ആളിപ്പോൾ ഇറങ്ങി വരുന്നതാണ്. വണ്ടി നിർത്തിയപ്പോൾ ഫോൺ അടിച്ചു. ഇപ്പോൾ ആരാണെന്ന് മനസ്സിലായില്ല. മാമൻ തന്നെ ഇറങ്ങി നോക്കുക. ഡോറ് തുറന്നപ്പോൾ മനസ്സിലായി, ചേട്ടനാണ് ആദ്യം ഇറങ്ങി. അപ്പോൾ അങ്ങനെ മാമൻ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണാറുണ്ട് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വിഷു ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും കാണാൻ വന്നുകൊണ്ട് മാമൻ ഒരുപാട് സന്തോഷമായി. പിള്ളേർക്കും സന്തോഷം, നമ്മുടെ അലിക്കുട്ടിയുണ്ട് കേട്ടോ. അങ്ങനെ മാമനെ ഒരുപാട് സന്തോഷമായി. വിഷുക്കാലമായതുകൊണ്ട് ഒത്തിരി നാളായി ഞാൻ മാമനെ കാണാൻ വന്നിട്ട്. അങ്ങനെ വിഷു കൈതീട്ടമൊക്കെ കൊടുത്തു, മാമനെ കണ്ടു. അതുപോലെ തന്നെ മാമൻ്റെ വൈഫും ഉണ്ട് ഇവിടെ, എൻ്റെ മാമിയുണ്ട് ഇവിടെ. അപ്പം ഞങ്ങളെപ്പോഴും ഇവിടെ വരുമ്പോൾ മാമനെയൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പം അങ്ങനെ മാമനൊരു ചെറിയ ഒരു ബേക്കറി പോലൊക്കെ ഒരു കടയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മാമനും മാമിയും. ഒരുപാട് സന്തോഷമായി രണ്ടുപേർക്കും കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെ എല്ലാവരെയൊക്കെ കണ്ട്. അപ്പം മാമനും പറയുക ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറയുക കേട്ടോ. അപ്പം ഞങ്ങൾ പറഞ്ഞു ഫുഡൊക്കെ ഓൾറെഡി ഞങ്ങൾ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നും എല്ലാം കണ്ട് യാത്ര വീണ്ടും തുടങ്ങി. ഈ സ്ഥലം എന്ന് പറയുന്നത് മാതേർമണ്ണ് എന്ന് പറയും. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവോ എന്നറിയില്ല. ഈ സ്ഥലത്തിൻ്റെ പേര് മാതേർമണ്ണ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ വഴിയാണ് എൻ്റെ മാമൻ്റെ വൈഫിൻ്റെ വീട്. ഈ വഴിയാണ് പോകുന്നത് കേട്ടോ. അവിടെ വെരുകുഴി എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ. അതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവത്തില്ല. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓരോ ബോർഡുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ആനകളും പുലികളും ഒക്കെ ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് അവരൊരു മുൻകരുതലായിട്ട് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അപ്പം മൃഗങ്ങൾ ഇറങ്ങാൻ സാധ്യതയുണ്ട്. ആനയൊക്കെ ഈ വഴിയൊക്കെ പോകുന്നതാണ്, സൂക്ഷിക്കാൻ വേണ്ടി മുൻകരുതലായിട്ട് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യാത്ര വീണ്ടും തുടങ്ങുകയാണ്. നല്ലൊരു വൈബാണ് ഇവിടെ. നമ്മളെ താഴെ അതുകൊണ്ട് അവിടെ ഒരു മലയണ്ണ അതുകൊണ്ട് ഓടി ഇരിപ്പുണ്ട്, അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട് ആള്. അതുകൊണ്ട് ആ മരത്തിൻ്റെ അവിടെ ഇരിപ്പുണ്ട്. കറക്റ്റായിട്ട് കാണുന്നുണ്ടോ അറിയില്ല. ആളിങ്ങനെ ഇരിക്കുക അവിടെ. അതിൻ്റെ വാലാ കാണുന്നില്ലേ, അവിടെ ഇരിപ്പുണ്ട്. നല്ല രസമാണ് കേട്ടോ. കണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഉണ്ട്. അടിപൊളിയാണ്, രക്ഷയില്ല, സൂപ്പറാണ്. ഞങ്ങൾ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. എന്ന് വെച്ചാൽ ആനയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. നല്ല രസമുണ്ട്. ആനയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചാടി കയറി പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. താപ്പോട്ട് നല്ല ഇറക്കം പോലാണ്, നമുക്ക് ഇറങ്ങി പോകാൻ പറ്റത്തില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ്. ആന ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് പ്രത്യേകിച്ച് മുന്നറിയിപ്പ് നമ്മുടെ വനംവകുപ്പ് തന്നിട്ടുണ്ട്. മലയണ്ണ അതുകൊണ്ട് അവിടെ മോളി ഇരിപ്പുണ്ട്. പക്ഷേ മലയണ്ണാനാണ്. ഇപ്പൊ രണ്ടെണ്ണം ഉണ്ട്.
രണ്ടെണ്ണം ഉണ്ട്. അവിടെ ചാടുന്നു. അവിടെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. അപ്പൊ ഗൈസ്, അപ്പൊ ഞങ്ങള് ഇവിടൊക്കെ ഇറങ്ങി ഞങ്ങളുടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടു. പണ്ട് ഞങ്ങൾ ഈ വഴിയൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ജനിച്ച് വളർന്ന സ്ഥലമാണ് ആദ്യം കാണിച്ചത്. പിന്നെ ഞങ്ങൾ ഈ വഴിയൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറേ വർഷങ്ങളായി ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട്. ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു 3 വർഷത്തോളമായി. ചേട്ടനാണെങ്കിൽ ഒരു വർഷത്തിന് മുമ്പ് വന്നിട്ടുണ്ട്. പിന്നെ അലിക്കുട്ടി ആദ്യമായിട്ടാണ് കാണുന്നത്. അത് 10 വർഷം കൊണ്ട് വരുന്നുണ്ട്. അവള് വന്നിട്ടേ ഇല്ല, സ്ഥലവും കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ മലയണ്ണാനൊക്കെ കണ്ടു. ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങുവാണ്. അപ്പൊ നമുക്ക് ഒരു രക്ഷയില്ല, അടിപൊളി സ്ഥലമാണ്. വനത്തിൽ കൂടെയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത്, അതെ, വനത്തിൽ കൂടെയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് നല്ല വൈബാണ്. ഏജൊന്നും ഇട്ടിട്ടില്ല, നല്ല തണുപ്പാണ് കേട്ടോ. അത് തന്നെ റോഡിൽ തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം, മരങ്ങളൊക്കെ ഇങ്ങനെ ശുദ്ധവായു മരങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്ന നല്ല തണലുണ്ട്. അപ്പൊ നമ്മുടെ ഡ്രൈവർ ഇതാണ്. അപ്പൊ ഇനി ഞങ്ങള് നല്ലൊരു സ്ഥലം നോക്കി, ഇച്ചിരി ആൾക്കാരൊക്കെ ഉള്ള സ്ഥലം നോക്കി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിക്കാൻ വേണ്ടിയുള്ള ഇതിലോട്ട് പോവാം. സമയം ഏകദേശം 9 മണി കഴിഞ്ഞു. നല്ല ഇഡ്ഡലിയും അതുപോലെ പിന്നെ സാമ്പാറും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് അത് കഴിക്കാനുള്ള സ്ഥലം കൂടെ കാണാൻ പോവാം. ഇവിടെ ഒരു പാട്ട്. അപ്പോൾ വരുന്ന വഴിയിൽ നമ്മളൊരു ചെറിയൊരു അമ്പലം കണ്ടു കേട്ടോ. പണ്ട് കാലത്ത് ഇതൊരു ചെറിയൊരു കൊച്ചമ്പലമായിരുന്നു. ഇപ്പോൾ ഒന്ന് പുരോഗമിച്ച് അതിന് നല്ലൊരു അമ്പലമാക്കി തീർത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അതുപോലെ തന്നെ ഇതിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ്. ഞങ്ങളവിടെ ഇറങ്ങി അങ്ങ് ദേവിയൊക്കെ കണ്ടു, നമ്മൾ തൊഴുതു. നമ്മൾ ഇങ്ങോട്ട് ഈ സൈഡ് പോകും തോറും മലദൈവങ്ങൾ കൂടുതലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഒരുപാടുണ്ട്. ഇത് നമ്മുടെ ദേവിയാണ്. അപ്പോൾ നമ്മളവിടെ തൊഴുതു, പ്രസാദങ്ങളൊക്കെ വാങ്ങി, കൈനീട്ടവും വാങ്ങി അവിടുത്തെ ചുറ്റുപാടുള്ള കാഴ്ചകളും കണ്ട് പോകണം. അപ്പം നമുക്ക് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇവിടുത്തെ കാഴ്ചകളും ചെറുതായിട്ട് കണ്ടു. ഇനി ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങള് വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഞങ്ങള് ഇവിടുന്ന് യാത്ര തുടങ്ങുവാണ്. കേട്ടോ, നല്ല സ്ഥലമാണ്. അതുപോലെ തന്നെ നമ്മുടെ ആ കൊച്ചൊരു അമ്പലം കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ അവിടുന്ന് താഴെയാണ് ഈ സ്ഥലമുള്ളത്. അപ്പോൾ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങാൻ പോവാണ്. അപ്പോൾ വീണ്ടും കാഴ്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം.
അപ്പോൾ ഗൈസ് നമ്മൾ വനത്തിന്റെ കുറച്ച് ഏരിയ കഴിഞ്ഞു. ഇതിപ്പം പ്ലാന്റേഷൻ ആണ് കേട്ടോ, റബ്ബറും തോട്ടമാണ്. നമ്മുടെ കേരള ഗവൺമെന്റിന്റെ റബ്ബറും തോട്ടമാണ്. ഇതും കുറച്ച് സ്ഥലം അവര് കൈത കൃഷി, റബ്ബർ, ഈ സംഭവങ്ങളെല്ലാം. ഇടയ്ക്കൊരു ന്യൂസ് വന്നായിരുന്നല്ലോ, ഇവിടെ കണ്ടൊരു പിന്നെ പയ്യൻ വെട്ടാൻ പോയപ്പോ പുലി ഓടിച്ചെന്ന് പറഞ്ഞില്ലേ, ആ ഏരിയ ഇതാ. ഒരു 2-3 മാസം മുമ്പ് കേട്ടിട്ടില്ല. ഇനി നമ്മൾ അച്ചൻകോവ് കയറാൻ പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പ്ലാന്റേഷൻ ഭാഗമൊക്കെ കഴിഞ്ഞു. ഭയങ്കര വനമാണ്. ഇനിയിപ്പോൾ നമ്മൾ അച്ചൻകോവിന്റെ ഉൾവനത്തിലോട്ടാണ് നമ്മൾ കിലോമീറ്ററാണ് അച്ചൻകോവിൽ
അല്ലേ? അപ്പോൾ നമ്മൾ സോറി ഉൾവനത്തിലോട്ട് കയറി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് നമ്മൾ യാത്രകളാണ് കേട്ടോ. ഇതെന്താണ് അനുഭവിക്കേണ്ട, അവരെല്ലാം ഗൾഫുകാരാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ വനത്തിലോട്ട് കയറി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് നല്ല ചന്ദന മരങ്ങളും അങ്ങനെ പല വലിയ തേക്കുകളും ഈട്ടികളും ഒക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്ന വഴിയിൽ ഇവിടെ ഒരു മലയപ്പൂപ്പൻ്റെ ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ. ചെറിയൊരു ക്ഷേത്രമാണ്. അവിടെ എല്ലാവരും ഇറങ്ങി കൈനീട്ടവും ഒക്കെ വാങ്ങി അതുപോലെ തൊഴുതിട്ടാണ് പോകുന്നത്. നമ്മളവിടെ ഇറങ്ങി തൊഴുത് അതുപോലെ കൈനീട്ടവും വാങ്ങി അവിടുത്തെ പ്രസാദവും വാങ്ങിയിട്ടാണ് ഞങ്ങളിവിടെ നിന്നും യാത്ര തുടങ്ങിയത്. ഹായ് ഗൈസ്, നല്ല അടിപൊളി ഒരു വൈബായിട്ടുള്ള ഒരു സ്ഥലം കിടന്നത് കേട്ടോ. ബാക്കിലോട്ട് നോക്കി എന്ത് രസമാണ് കാണാനൊക്കെ ഉണ്ട്. ഞങ്ങൾ കണ്ടോ വെള്ളം കിടന്ന് കറങ്ങുന്നുണ്ടോ? ചുഴിയായത് കണ്ടോ? ചുഴി കണ്ടോ? ഇങ്ങനെ റൗണ്ട് അടിക്കുന്നുണ്ടോ? ഈ സ്ഥലത്ത് നല്ല ചുഴിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ നിന്നും ഇറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുന്നില്ല. അപ്പം കാണാൻ അടിപൊളി സ്ഥലമാണ്. ഇവിടെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്, അറിയില്ല. എങ്കിലും നമുക്ക് ഈ സ്ഥലം ഒന്ന് കാണാം. യെസ്, എനിക്കും അറിയത്തില്ല, ഒരു രക്ഷയില്ല. സൂപ്പറാണ്, നല്ല രസമുണ്ട് കാണാൻ. ഒരു അന്യായ വൈബ് തന്നെ അല്ലേ? ഇവിടെ കുറെ പേര് കണ്ട ഇവിടെ നിന്ന് വൈബ് അടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും അച്ഛൻകോ അമ്പലത്തിൽ പോകാനെ കൊണ്ടാണ് കേട്ടോ. കുറെ പേര് ഇവിടെ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല, അടിപൊളി. എന്താ നല്ല നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളി, നല്ല അടിപൊളിയാണ് കാണാൻ. സെറ്റ് സ്ഥലം. ഹലോ ഗൈസ്, നമ്മളിത് നമ്മൾ വന്ന വഴിയിൽ നല്ലൊരു വൈബ് കണ്ടു. നമ്മൾ അതും കണ്ടിട്ട് യാത്ര വീണ്ടും തുടങ്ങുവാണ്. അപ്പോ നല്ല അടിപൊളി സ്ഥലം, ഒരു രക്ഷയില്ല കേട്ടോ. ഒന്നരെല്ലാവരും ഈ വഴി ഒരു യാത്ര ചെയ്യുക. എല്ലാ കൂട്ടുകാരും യാത്ര ചെയ്യാൻ നല്ല രസമാണ് കാണാൻ കേട്ടോ. കാട്ടിനകത്തോടുള്ള യാത്ര എന്ന് പറയുന്ന ഒരു പ്രത്യേക വൈബ് തന്നെയാണ്.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അച്ചൻകോവിൽ അമ്പലത്തിലൊക്കെ കയറി നമ്മളെല്ലാം പ്രാർത്ഥിച്ച് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി പോകാനുള്ളത് നമ്മുടെ ഒരു മലയപ്പൂപ്പിനടുത്ത് പാനം കൊണ്ടുണ്ട്. അപ്പോൾ അവിടെ ചേട്ടൻ ഒരു നേർച്ച പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ആ കാര്യം സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് അവിടെ കുറച്ച് പാത്രം മേടിച്ച് കൊടുക്കാവുന്ന ചേട്ടൻ വഴിപാടായിട്ട് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ പാത്രവുമായിട്ട് അവിടെ പോവാണ്. വരുന്ന വഴിയിൽ മുറുക്കാൻ മേടിക്കാനൊക്കെ ഒന്ന് മറന്നുപോയി, കടകളൊന്നും കണ്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് മുറുക്കാൻ മേടിച്ച് അങ്ങോട്ട് പോവാണ് കേട്ടോ. ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പം അവിടുത്തെ ഒരു പ്രത്യേക കാഴ്ചകളുമൊക്കെ നമുക്ക് അവിടുത്തെ ഒന്ന് കാണാം. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. വേറൊരു പൂപ്പൻ്റെ അടുത്തോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ മലയപ്പൂപ്പൻ്റെ അടുത്തോട്ട് നമ്മൾ പോവാണ്. വേറൊരു മലയപ്പൂപ്പൻ അവിടെ മുറുക്കാനൊക്കെ വെക്കാനുണ്ട്. മുറുക്കാനൊക്കെ മേടിച്ചു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. അവിടെ ചെന്നുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ മലയപ്പൂപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് മലദേവതകളെ വിളിച്ചു ചൊല്ലി നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ചേട്ടനും കഴിഞ്ഞ വർഷം വന്നു പറഞ്ഞു, ആ കാര്യങ്ങളൊക്കെ സാധിച്ചു. അപ്പോൾ ഇവിടത്തേക്ക് ചേട്ടനെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യണമെന്നും ഊരാളികൾ പറഞ്ഞിരുന്നു. അപ്പം കുറച്ച് പാത്രങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. ഇവിടെ പിന്നെ അന്നദാനങ്ങളൊക്കെ നടത്തുമ്പോൾ കൊടുക്കാൻ വേണ്ടി പാത്രങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ ചേട്ടനെ കൊണ്ട് പറ്റിയ ഒരു സഹായം ഈ മലയപ്പൂപ്പൻ്റെ അടുത്ത് കൊണ്ടുവന്നാണ്. അപ്പോൾ നമ്മളും നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ പറഞ്ഞു, സാധിച്ച ആഗ്രഹങ്ങളും പറഞ്ഞ് അങ്ങനെ അവർ മുറുക്കാനൊക്കെ വെച്ചു. എല്ലാം കഴിഞ്ഞ് അപ്പം നമ്മൾ അമ്പല ദർശനങ്ങൾ എല്ലാ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമ്മൾ കൊണ്ടുവന്ന ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇതുവരെ ഞങ്ങളൊന്നും കഴിച്ചില്ല. രാവിലെ ഒരു ചായയും കുടിച്ചിറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഇഡ്ഡലിയും സാമ്പാറും ഓൾറെഡി നമ്മുടെ വണ്ടിക്കകത്തുണ്ട്. അത് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ മറ്റ് ഏരിയയിലൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ മൃഗങ്ങളൊക്കെ പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും ഇവിടെ ഫോറസ്റ്റ് ഓഫീസർ എപ്പോഴും അവർ ചെക്കിങ്ങിനായിട്ടുണ്ട്. അവരെല്ലായിടത്തും പറയുന്നുണ്ട് കുളിക്കാനോ അല്ലെങ്കിൽ ഇറങ്ങി നിൽക്കാനോ ഒന്നും പാടില്ലെന്ന് എല്ലാവരോടും പറഞ്ഞ് വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഈ വഴിയൊക്കെ പോകുമ്പോൾ. അതുപോലെ തന്നെ എല്ലായിടത്തും പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ഇടരുത് എന്നും അവർ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. അതും ഇടരുത്, അതും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഒന്ന് കഴിക്കാം. നല്ലൊരു സ്പോട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ കഴിച്ചു കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഹലോ ഗൈസ്, നമ്മൾ ഇനി ആഹാരം കഴിക്കാൻ പോവുകയാണ്. നല്ല ഇഡലി സാമ്പാർ എവിടെയാണ്? നല്ല ചൂട് ഇഡലിയാണ്. തുറന്നേ നോക്കട്ടെ. നല്ല സൂപ്പർ ഇഡലി. സാമ്പാർ എന്തി? സാമ്പാർ ഫുൾ സെറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്.
സാമ്പാർ ഇവിടെ ഇരിക്കുന്ന സാമ്പാറുണ്ട്. സാമ്പാറുണ്ട്. തുറന്നേ സാമ്പാർ വന്നിട്ടുണ്ടോ നോക്കട്ടെ. സാമ്പാറുണ്ട്. ഓ സാമ്പാർ, സാമ്പാർ ഇഡ്ഡലി. ഓക്കെ, അപ്പൊ നമ്മൾ കഴിക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് കണ്ട് ഇവിടോട്ടിരിക്കാം, ഈ തണലത്തോട്ടിരിക്കാം, ഇത് കഴിക്കാം. ഈ മരത്തിന്റെ ഇവിടോട്ടിരിക്കും, ഇവിടോട്ടിരിക്കും. ഇരിക്കെ അത് അവിടെ അതാ ഇരിക്കാൻ പറ്റത്തില്ല, വെച്ചല്ലേ അവിടെ ഇരിക്കെ. പാത്രം ഒന്നും എടുത്ത് വെച്ചില്ലേ നിങ്ങള്? പാത്രമൊക്കെ ഉണ്ട്. വെള്ളമല്ലേ? വെള്ളം വാവ്, അടിപൊളി അടിപൊളി, സൂപ്പർ. കുഞ്ചുവിനും കൊടുക്കാൻ പറ്റുന്ന. അപ്പോൾ ഗൈസ്, അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ. നല്ല അടിപൊളി ഫുഡ്. ഞാനൊന്ന് കൈ ഒന്ന് കഴിക്കോട്ടെ. നല്ല നല്ല എന്തായാലും അമ്മ കൊടുത്തു വിട്ട കാര്യം ഇവിടെ ഒന്നും ഒരു സംഭവം പോലും കിട്ടത്തില്ല. അടിപൊളി, സൂപ്പർ, അടിപൊളിയാ, അടിപൊളി. എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ്. സാമ്പാർ, ശരി, സൂപ്പർ. ഉണ്ട് അവിടെ പോസ്റ്റ് ചേച്ചിമാരുണ്ട്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞങ്ങളിനി യാത്ര തുടങ്ങാൻ പോവാണ്. അപ്പോൾ വയറ് ഫുള്ളായി. അപ്പോൾ ഞങ്ങൾ യാത്രയിലോട്ട് തുടങ്ങുവാണ്. അപ്പോൾ വീണ്ടും തമിഴ്നാട്.